നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ പ്രൈം ലൊക്കേഷനിലെ പണിയുള്ളൂ, പണി തീർത്തിട്ട് സെല്ല് ചെയ്യും. ഒരു സൈഡ് മെട്രോ ആക്സസും ഇപ്പുറത്ത് ഹൈവേ സിക്സ് ലൈനുമാണ് നമ്മൾ ആക്സസിൽ. നമുക്കവിടെ പ്രൈസിങ് വരുന്നത് 1.3 CR നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ആര്യഭംഗി ബിൽഡേഴ്സിൻ്റെ മാനേജറായ ബിനീഷിൻ്റെ കൂടെയാണ്. ഞാൻ ആക്ച്വലി ആര്യഭംഗി ആസ് എ പ്രോജക്റ്റ് നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഐഡിയലായിട്ട് തോന്നിയൊരു ഫാക്ടർ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസാണ്. ഇപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ പനമ്പിളി നഗറിലാണെങ്കിൽ മനോരമയുടെ തൊട്ടടുത്ത്, വൈറ്റിലാണെങ്കിൽ വൈറ്റിലെ ഹബിൻ്റെ അടുത്തായിട്ട് തന്നെ. സോ പ്രൈം ലൊക്കേഷനിലാണ് എല്ലാ പ്രോജക്ട്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു റീസൺ എന്താണ് ആക്ച്വലി? ഇത് നമ്മൾ ആര്യഭംഗിയെ സംബന്ധിച്ച് മറ്റുള്ള ബിൽഡറിൽ നിന്നൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ പ്രൈം ലൊക്കേഷനിലെ പണിയുള്ളൂ, പണി തീർത്തിട്ട് സെല്ല് ചെയ്യും. അതാണ് നമ്മളുടെ ഒരു ഇത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ക്വാളിറ്റിയും വർക്ക്മാൻഷിപ്പ് എന്താണെന്ന് കണ്ടിട്ട് കസ്റ്റമർ വാങ്ങുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ MD-ക്കുള്ളത്. സാർ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ക്വാളിറ്റി, അതായത് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ബിൽഡറും തന്നെ യൂസ് ചെയ്യാത്ത അത്രയും പ്രീമിയം ബ്രാൻഡ് സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം സാർ കുറെ ബ്രാൻഡ് കോൺഷ്യസ് ആണ്. സാർ ഇങ്ങനെ ബ്രാൻഡിനോട് ഭയങ്കര പുള്ളി ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളും ഇതെല്ലാം അങ്ങനെയായിരിക്കും. പിന്നെ ആര്യഭംഗിയുടെ എല്ലാം പ്രൈം ലൊക്കേഷനിലാണ് നമ്മൾ ചെയ്തുള്ളൂ. കാരണം നമ്മൾ ഓൺലൈനിലേ ചെയ്തുള്ളൂ. ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് നമ്മൾ ഓൺലൈനിലേ നമ്മൾ ഇത് ചെയ്യാറുള്ളൂ. ഇത് ലൊക്കേഷൻ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മളുടെ ഒരു USP എന്ന് പറയുന്നത് തന്നെ ലൊക്കേഷനാണ്. ഇപ്പം മനോരമയുടെ ഈ പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റൈൻ സ്റ്റോൺ നമ്മളിപ്പോൾ മനോരമയുടെ അവിടെ നിന്ന് ഒരു 300 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. എക്സാക്ട് പനമ്പിളി നഗറിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം നമ്മളുടെ പ്രൊജക്റ്റ് ഇരിക്കുന്ന ഒരു സ്ഥലം. സോ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മൂവാണ് ശരിക്കും. കാരണം നമുക്കിപ്പം ആര്യഭംഗി എന്ന് പറയുന്ന ഒരു കുറേ മറ്റ് ബിൽഡേഴ്സ് പോലെ ഫ്രീ എല്ലാ മാസവും ലോഞ്ച് ചെയ്യുന്ന ഒരു ബിൽഡർ അല്ല. സോ ഈ ഒരു ക്വാളിറ്റി കാണിച്ച് ഡിസ്പ്ലേ ചെയ്തിട്ട് സെല് ചെയ്യുന്ന ഒരു മൂവ് വളരെ നന്നായിട്ട് മാർക്കറ്റിൽ വർക്ക് ആയിട്ടുണ്ട് ആക്ച്വലി. ഇപ്പം ഈ പ്രോജക്റ്റ് ആണെങ്കിലും ഐ തിങ്ക് ഫിനിഷിങ് കഴിഞ്ഞിട്ടാണ് ശരിക്കും അല്ലേ ഒരു അഗ്രസീവ് മോഡിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഈ പ്രോജക്റ്റിൻ്റെ ഇപ്പം റൈൻ സ്റ്റോണിൻ്റെ പറയുകയാണെങ്കിൽ ഇതിൽ യുണീക്ക് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് ആക്ച്വലി? ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്, നമ്മുടെ ക്വാളിറ്റി. കാരണം നമ്മൾ മറ്റുള്ളവരെ പോലെ അഡ്വർടൈസ്മെന്റ് അല്ല, നമ്മുടെ ക്വാളിറ്റിയാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ അടുത്ത് വന്ന് ഇപ്പം നമ്മൾ ഇതിനകത്ത് സപ്പോസ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് സാനിറ്ററി ഫിറ്റിങ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പോലും അത് ഡ്യൂറാവിറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രോഹയുടെ പൈപ്പ് ഫിറ്റിങ്സുകളാണ്. ഈവൻ നമ്മുടെ ടൈൽസുകൾ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മൾ സിംബോളോയുടെ പ്രീമിയം ടൈൽസാണ് യൂസ് ചെയ്തത്. അതും 6x3 ടൈൽസ്. നോർമലി എല്ലാ ബിൽഡേഴ്സും നോർമലി യൂസ് ചെയ്യുന്നത് മറ്റേ 2x2 ടൈൽസ് ആയിരിക്കും. പക്ഷെ നമ്മളത് വലിയ ടൈലുകൾ, പ്രീമിയം ടൈലുകൾ മാത്രം, നമ്മളെല്ലാം പ്രീമിയം ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വില്ലകളിൽ മാത്രമാണ് ഇതിന് മുമ്പ് ഈ ടൈലുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഫ്ലാറ്റ് പ്രൊജക്റ്റുകളിൽ ആരും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സിംബോളോ തന്നെ നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് നമ്മളാണെന്നാണ് പറയുന്നത്. ഇപ്പം പല ബിൽഡറും ഇത് ചൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റിയാണ് നമ്മുടെ മെയിൻ ഇത്. പിന്നെ ഡോർസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ആര്യഭംഗിയുടെ തന്നെ, ആര്യഭംഗി എന്ന് പറയുന്നത് 1969 സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ മദർ കമ്പനി ഡെക്കറേറ്റീവ് ഡോർസ് ആണ്, നമ്മൾ എക്സ്പോർട്ടിംഗ് ഉള്ളതാണ് അതിന്. അത് നമ്മുടെ മെയിൻ ഡോറിന് നമ്മൾ 25 ഇയർ അതുകൊണ്ട് റീപ്ലേസ്മെന്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്തുള്ള എൻ്റയർ ഫിറ്റിങ്സുകൾക്ക് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്, കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്വാളിറ്റി തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ലൊക്കേഷൻ, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പനമ്പിളി നഗർ എന്ന് പറയുന്ന ലൊക്കേഷൻ. കാരണം ഇത് നമ്മൾ കംപ്ലീറ്റ് പണി തീർത്തിട്ടാണ് നമ്മളിത് സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പറയുന്ന 3-4 മാസം കൊണ്ട് നമ്മൾ ഇതിനകത്തൊരു 75% വിറ്റ് തീർത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വളരെ കുറച്ച് യൂണിറ്റ് 2 ബെഡ്റൂംസ് മാത്രമേ സെല് ചെയ്യാനായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് സോൾഡ് ഔട്ടാണ്. അത് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടല്ല, നമ്മളുടെ കസ്റ്റമർ നമുക്ക് വേണ്ടിയിട്ട് തരുന്നൊരു ചിലപ്പോൾ ഇതിനകത്ത് വാങ്ങിച്ചിരിക്കുന്ന കസ്റ്റമറുടെയൊക്കെ റെഫറൻസിലാണ് നമുക്ക് പല ഇതും കിട്ടുന്നത്. നമ്മുടെ പ്രൊജക്റ്റ് കണ്ടതിന് ശേഷം പോയി ഒരുപാട് പ്രൊജക്റ്റുകൾ, ഇപ്പം കേരളത്തിലെ ഫേമസ് ആയ ബിൽഡേഴ്സിൻ്റെ ഒക്കെ പ്രൊജക്റ്റുകൾ പോയി കണ്ടിട്ട് വന്ന കസ്റ്റമറുണ്ട്, നമുക്ക് തിരിച്ചു വന്ന് നമ്മുടെ അടുത്ത് വാങ്ങി. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു ഇതുണ്ട് നമ്മളോട്, നിങ്ങളുടെ ക്വാളിറ്റി വർക്ക്മാൻഷിപ്പും കണ്ടിട്ട് മാത്രമാണ് ഞങ്ങൾ തിരിച്ചു വന്നത് എന്ന്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ഇത്. ലൊക്കേഷനും ഒരു വലിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളുടെ എല്ലാ പ്രൊജക്റ്റ് ഇതാണെങ്കിലും ഇപ്പോൾ നമ്മൾ പുതിയതിപ്പോൾ നിയർലി കംപ്ലീഷൻ ആവാൻ പോകുന്ന പ്രൊജക്റ്റ് വൈറ്റിലയിൽ അതാണെങ്കിലും എല്ലാം ലൊക്കേഷൻ നമ്മൾ പ്രൈം ലൊക്കേഷൻസിലാണ് നമ്മളുടെ എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ ചെയ്യുന്നത്.
ഇത് എക്സാക്ട്ലി എവിടെയായിട്ട് വരും? ഇത് നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് മനോരമ ജംഗ്ഷനിൽ നിന്നും അകത്തേക്ക് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു 300 മീറ്റർ, അതായത് നമ്മൾ പനമ്പള്ളി നഗറിന്റെ മെയിൻ അവന്യൂവിൽ ഒരു 150 മീറ്റർ മുന്നോട്ട് വന്നിട്ട് നമ്മുടെ റൈറ്റിലേക്ക് 4th ക്രോസ് റോഡിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റികളും അവൈലബിൾ ആണ്. സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, മെട്രോ, എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. എത്ര സെന്റിലാണ് ഇത് കംപ്ലീറ്റ്ലി? ഇത് നമ്മൾ 40 സെന്റ് ലാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. 9 സ്റ്റോറീഡ് ആയിട്ടാണ് ചെയ്തത്. മൊത്തം നമുക്ക് 32 അപ്പാർട്ട്മെന്റ്സേ ഉള്ളൂ ഇവിടെ. അതുപോലെ എല്ലാ ലക്ഷറിയസ് ആയിട്ടുള്ള അമ്യൂണിറ്റീസുകളും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാർ പാർക്കിങ്ങിലും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള EV റീചാർജിങ് പോയിന്റുകൾ, നോർമലി എല്ലാവരും റീചാർജിങ് സ്റ്റേഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള EV റീചാർജിങ് പോയിന്റ് ഓരോ കാർ പാർക്കിങ്ങിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഗസ്റ്റ് റൂം ചെയ്തിട്ടുണ്ട്, ഫുള്ളി ഫർണിഷ്ഡ് വിത്ത് AC ആയിട്ട്. അതുപോലെ തന്നെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ജിമ്മ്, അതും നമ്മൾ ശരിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ജിമ്മൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു 50 സീറ്റിൻ്റെ മൾട്ടിപർപ്പസ് ഹോള് ചെയ്തിട്ടുണ്ട്. പിന്നെ അസോസിയേഷൻ ഹാള്, പിന്നെ നമ്മൾ 9th ഫ്ലോറിൽ നമ്മൾ സ്വിമ്മിംഗ് പൂള് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ റൂഫ് ടോപ്പ് നമ്മൾ ഒരു ഓപ്പൺ പാർട്ടി ഏരിയ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഈവനിങ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താൻ പറ്റുന്നൊരു ഫെസിലിറ്റി. പിന്നെ സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. 24 hours നമ്മൾ ജനറേറ്റർ പവർ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പാർട്ട്മെന്റിനകത്ത്. അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും നമ്മൾ, പിന്നെ CCTV സർവൈലൻസസ്, അപ്പാർട്ട്മെന്റിനകത്തേക്ക് ബയോമെട്രിക് എൻട്രി, അങ്ങനെയുള്ള എല്ലാ ഗ്രാൻഡ് ലോബി, നല്ലൊരു ഡബിൾ ഹൈറ്റഡ് ലോബി എൻട്രൻസ് ആണ് ലോബി നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലോബിയൊക്കെ ഭയങ്കര ഇതാണ്, ഇൻട്രസ്റ്റിംഗ് ലോബിയാണ് ആക്ച്വലി. സോ ഇതിന്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റേജ് എന്താണ് അവൈലബിലിറ്റി വൈസ്? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് 2 bedrooms മാത്രമേ വിൽക്കാനായിട്ട് സെല് ചെയ്യാനായിട്ടുള്ളൂ. 3 bedroom ഫുള്ളി സോൾഡ് ഔട്ട് ആണ്. നമുക്ക് 2 bedroom ആണെങ്കിൽ പോലും നമുക്ക് വളരെ കുറച്ച് 4-5 യൂണിറ്റുകൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. 1241 സ്ക്വയർ ഫീറ്റിലാണ് അത് വരുന്നത്. 2 bed. ആൻഡ് ഓപ്ഷൻസും ഉണ്ട് അല്ലേ അവൈലബിലിറ്റി വൈസ്? ഇതിനോടൊപ്പം നമുക്ക് നമ്മുടെ അടുത്ത പ്രൈം ലൊക്കേഷനായ വൈറ്റ്ല ഹബിലുള്ള പ്രോജക്റ്റിന്റെയും വൈറ്റില പ്രൊജക്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇതിനേക്കാൾ ഒരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ്. കാരണം അത് വൈറ്റില ജംഗ്ഷനിൽ നിന്നൊരു 500 മീറ്റർ മാറി നമ്മളുടെ വൈറ്റില ഏറ്റുമാനൂര് ഹൈവേയുടെ ഫ്രണ്ടേജിലായിട്ടാണ്. അതിന്റെ വേറെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിന് 2 സൈഡിൽ 2 ഹൈവേയിൽ നിന്ന് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ടെന്നുള്ളതാണ്. അതായത് നാഷണൽ ഹൈവേ, ബാക്ക് സൈഡിലൂടെ നാഷണൽ ഹൈവേ ആണ് പോകുന്നത്. നാഷണൽ ഹൈവേ നിന്ന് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഹൈവേ നിന്നും ആക്സസ് ഉണ്ട്. 2 സൈഡിൽ നിന്നും നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കയറാൻ പറ്റും. ഒരു സൈഡ് മെട്രോ ആക്സസും ഇപ്പുറത്ത് ഹൈവേ 6 ലൈനുമാണ് നമുക്ക് ആക്സസ് ഉള്ളത്. അത് 100 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് മെട്രോ സ്റ്റേഷൻ അവൈലബിൾ ആണ്. അത് നമ്മളൊരു 50 സെന്റ് ലാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ബേസ്മെന്റ് ഗ്രൗണ്ട് പ്ലസ് 13 സ്റ്റോറീഡ് ആയിരുന്നു. അതിൽ നമുക്ക് ടൈപ്പോളജി എങ്ങനെയാണ് വരുന്നത്? അതിനകത്ത് 3 and 4 BHK ആണ് വരുന്നത്. 3 BHK നമുക്ക് 1626 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു 3 bedroom, പിന്നെ 4 ഡിഫറെന്റ് ടൈപ്പിലുള്ള 4 bedrooms വരുന്നുണ്ട് നമുക്ക് അവിടെ. സ്ക്വയർ ഫീറ്റ് ഡിഫറൻസസ് വരുന്നത്. അവിടെയും ഈ പറഞ്ഞ അമ്യൂണിറ്റീസ്, കാരണം സെൻട്രൽ ആയതുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ അവിടെയും നമ്മൾ അമ്യൂണിറ്റീസുകളെല്ലാം നമ്മൾ ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റികളും നമ്മൾ അവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പറഞ്ഞതുപോലെ നമുക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയ മാത്രമേ വരുന്നുള്ളൂ. 13th ഫ്ലോർ ഫുള്ള് നമുക്ക് അമ്യൂണിറ്റീസുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് 13th ഫ്ലോറിലാണ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ വരുന്നത്, ജിമ്മ്, അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ഹോള്, പിന്നെ നമ്മളൊരു ഇൻഡോർ ഗെയിംസ്, ക്യാരംസ്, ചെസ്, ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഇൻഡോർ ഗെയിംസ് റൂം, അങ്ങനെയുള്ള ഫെസിലിറ്റികളെല്ലാം. പിന്നെ ഈ പറയുന്ന സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷൻ, EV റീചാർജിങ് സ്റ്റേഷൻസ്, അതുപോലെ തന്നെ 24 hours അവിടെ ജനറേറ്റർ ബാക്കപ്പ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്ലോറിൽ 3 ഫ്ലാറ്റുകളുണ്ട്. 3 അപ്പാർട്ട്മെന്റ്സ് നമുക്ക് ഒരു ഫ്ലോറിൽ വരുന്നുണ്ട്. അതിനകത്ത് ഫ്രണ്ട് സൈഡിൽ നമുക്ക് വരുന്ന തൃപ്പൂണിത്തുറ ഹൈവേയിലേക്ക് ഫേസ് ചെയ്തിട്ട് വരുന്നത് 2 3 bedroom ആണ്. ബാക്കിൽ നാഷണൽ ഹൈവേയിലേക്ക് ഫേസ് ചെയ്ത് വരുന്നത് ഒരൊറ്റ 4 bedroom ഉള്ളതുണ്ട്. അതിന് 3 സൈഡ് നമുക്ക് ഓപ്പൺ ആണ്. വാൾ ഷെയറിംഗ് ഒന്നുമില്ല. എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ആ ഒരു ഒറ്റ 4 bedroom ആയിരിക്കും. കാരണം അതിന്റെ ലൊക്കേഷൻ നമ്മൾ ഇപ്പം അതിന്റെ ആക്സസിബിലിറ്റി നോക്കുകയാണെങ്കിൽ മെട്രോ അടുത്ത്, വാട്ടർ മെട്രോ അടുത്ത്, ബസ് സ്റ്റേഷൻസ് അടുത്ത്, അതിന്റെ പാരലൽ 6 lane റോഡ് ഹൈവേ, ഐ തിങ്ക് ഇത്രയും സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ട് ഇത്രയും വിസിനിറ്റിയിലുള്ള ഒരു വേറൊരു പ്രോജക്റ്റ് പ്ലേസ്ഡ് അല്ലാന്ന് തോന്നുന്നു. ആ ഒരു വരുന്ന സെന്റർ ഓഫ് സിറ്റി തന്നെ വന്നിരിക്കുന്നത്. സിറ്റിയിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പം 85% ഇതിന്റെ വർക്ക് കംപ്ലീഷൻ ആയി. അപ്പൊ നമ്മൾ അതിന്റെ സെയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് വന്ന് ലേ ഔട്ട് കണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് എടുക്കാം. അതായത് നമ്മളുടെ ഇപ്പോൾ സാമ്പിൾ ഫ്ലാറ്റ് ഓൾമോസ്റ്റ് അവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള വർക്കുകളാണെങ്കിലും ഫ്ലോറിംഗ് വർക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റിയും ഇതും
കണ്ടിട്ട് കസ്റ്റമർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ അതിൽ ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ് ചെയ്ത് എത്തിയിട്ടുണ്ട് എൻ്റെ വർക്ക് സ്റ്റാറ്റ്സ്. ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്? നമുക്കവിടെ പ്രൈസിങ് വരുന്നത് 1.3 CR നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, 3 ബെഡ്റൂമിൻ്റേത്. അത് മേളിലേക്ക് ഹയർ ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫ്ലോർ വൈസ് ആയിക്കൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഡിഫറൻസസ് വരും സ്ക്വയർ ഫീറ്റിൽ. 4 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.56 ആണ്, 1.57 ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അപ്പോൾ മേളിലേക്ക് പോകുന്നവർ പറഞ്ഞാൽ അതിലും ഫ്ലോർ വൈസ് ആയിക്കൊണ്ട് പിന്നെ സ്ക്വയർ ഫീറ്റ് ഡിഫറൻസ് വരുന്നതനുസരിച്ചിട്ടുള്ള പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാവും. ഇതിന്റെ പൊസിഷൻ എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രോജക്റ്റ് നമ്മളിത് റെറയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2025 നവംബറാണ്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് 25 മാർച്ച് ഏപ്രിൽ നമ്മൾ അതിന്റെ പൊസിഷൻ എടുക്കും. ഹാൻഡ് ഓവർ സ്റ്റാർട്ട് എടുത്തിട്ട് നമ്മൾ ഹാൻഡ് ഓവർ സ്റ്റാർട്ട് ചെയ്യും. കാരണം അത്രയും അഡ്വാൻസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് പോകുന്നത്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മളിത് സെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മളുടെ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നത്. നമ്മൾ പണി തീർത്തിട്ട് സെല് ചെയ്തിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് പണി തീർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആ ഒരു ഇത്. സോ കൈൻഡ് ഓഫ് രണ്ടും റെഡി ടു മൂവ് ഇൻ ടൈപ്പ് ആണ്. നമുക്കിപ്പോൾ പനമ്പള്ളിയാറിലുള്ളത് OC വന്നു, ആൾക്കാർ താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇതാണെങ്കിൽ നമുക്ക് ഐ തിങ്ക് ഒരു 6-7 മന്ത്സിൽ ഹാൻഡ് ഓവർ. സോ രണ്ടും റെഡി ടു മൂവിനാണ്. ഐ തിങ്ക് റെഡി ടു മൂവിൻ നോക്കുന്ന ആൾക്കാർ സ്പെഷ്യലി ഒരു മാക്സിമം 6 months എന്ന് എന്നോട് എപ്പോഴും പറയുന്ന റിക്വയർമെന്റ് 6 monthsനുള്ളിൽ വേണം. അങ്ങനെ കുറച്ച് പ്രോജക്ട്സേ ഉള്ളൂ. കാരണം കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് 2 years, 1.5 years, 3 years പൊസിഷനൊക്കെ ആയിരിക്കും. ഇത് 6 monthsൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയ പ്രൈം ലൊക്കേഷനിലായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഫുൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആസ് പെർ യുവർ റിക്വയർമെൻറ്റ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു. Yeah, okay.